ക്ലാസിൽ കയറാത്ത SFI നേതാക്കൾക്ക് അറ്റൻഡൻസ് നൽകാത്തതിന് ദലിത് അധ്യാപികയ്ക്കെതിരെ പ്രതികാര നടപടിയുമായി കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ്. ഫിലോസഫി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രസന്ന KV-ക്കെതിരെയാണ് അച്ചടക്ക നടപടി. മാർച്ച് 13-ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗമാണ് അച്ചടക്ക നടപടി ശുപാർശ ചെയ്തത്. ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഹാജർ നൽകിയില്ല എന്ന് കാണിച്ചാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി സലാം മുഹമ്മദ് കോഴിക്കോട്. സലാം, എന്താണിത്? ഷാദ്, 2022-2024 കാലയളവിൽ ഫിലോസഫി വിഭാഗത്തിൽ പഠിച്ചിരുന്ന SFI നേതാക്കൾ ഉൾപ്പെടെയുള്ള 8 വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സിൽ ഹാജരായില്ലെന്ന് കാണിച്ച് അറ്റൻഡൻസ് നൽകാൻ ഈ ദളിത് അധ്യാപികയായിട്ടുള്ള KV പ്രസന്ന തയ്യാറായില്ല. ഇതേ തുടർന്ന് സിൻഡിക്കേറ്റ് പിന്നീട് ഇടപെടുകയും നിയമവിരുദ്ധമായി അറ്റൻഡൻസ് നൽകണമെന്ന് ഉത്തരവിടുകയും ചെയ്തു. ഈ ഉത്തരവ് പാലിക്കാൻ ഇവർ തയ്യാറായില്ലെന്ന് കാണിച്ചാണ് ഇവർക്കെതിരെ ഇപ്പോൾ അച്ചടക്ക നടപടിക്ക് വേണ്ടിയുള്ള ശുപാർശ ഉണ്ടായിരിക്കുന്നത്. ഈ SFIയുടെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാൻ ഉൾപ്പെടെയുള്ള 8 വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ കയറാത്തത് അത് UGC മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ്. അങ്ങനെ ക്ലാസ്സിൽ കയറാത്ത വിദ്യാർത്ഥികൾക്ക് അറ്റൻഡൻസ് നൽകണമെങ്കിൽ മറ്റു രേഖകൾ, അതായത് ഇവർ അക്കാഡമിക് അല്ലാത്ത കാര്യങ്ങളിൽ ഉൾപ്പെട്ടതായിട്ടുള്ള രേഖകൾ ഹാജരാക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെച്ചത്. ആ രേഖകൾ ഹാജരാക്കാത്തതിനെ തുടർന്നാണ് നിലവിലുള്ള അറ്റൻഡൻസ് നില പ്രകാരം തന്നെ വെബ്സൈറ്റിൽ ആ അറ്റൻഡൻസ് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതേ തുടർന്ന് കുട്ടികൾക്ക് ഹാൾ ടിക്കറ്റ് ലഭിക്കുന്നതടക്കമുള്ള എക്സാം എഴുതുന്നതിന് വേണ്ടിയുള്ള തടസ്സങ്ങൾ നേരിട്ടു. പിന്നീട് ഇവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് എക്സാമിനേഷൻ കൺട്രോളറുടെ ഓഫീസിൽ ഉൾപ്പെടെയുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് പിന്നീട് ഹാൾ ടിക്കറ്റ് ലഭിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇതേ തുടർന്ന് സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനമെന്ന് പറയുന്നത് UGC മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിക്കൊണ്ട് തന്നെ ഇവർക്ക് അറ്റൻഡൻസ് നൽകണമെന്നുള്ള ഒരു ഉത്തരവ് സിൻഡിക്കേറ്റ് പുറപ്പെടുവിച്ചിരുന്നു. ഈ ഉത്തരവ് നടപ്പിലാക്കാൻ ഈ അധ്യാപിക തയ്യാറായില്ലെന്ന് കാണിച്ചുകൊണ്ടാണ് ഇവർക്കെതിരെ ഒരു പ്രതികാര നടപടി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 13-ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് ഇവർക്കെതിരെ നടപടി വേണമെന്നുള്ള, അല്ലെങ്കിൽ നടപടി സ്വീകരിക്കണമെന്നുള്ളൊരു ശുപാർശ സിൻഡിക്കേറ്റ് എടുത്തിരിക്കുന്നത്. അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ഇതിനെ നിയമപരമായി നേരിടാൻ തന്നെയാണ് ഇപ്പോൾ ഈ അധ്യാപിക തീരുമാനിച്ചിരിക്കുന്നത്. വകുപ്പ് മേധാവി കൂടിയായിരുന്നു ഡോക്ടർ KV പ്രസന്ന. ആ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഇവർ നേരിടുകയും ചെയ്തു. ഈ സമ്മർദ്ദത്തെ തുടർന്ന് പിന്നീട് വകുപ്പ് മേധാവി സ്ഥാനം ഒഴിയുകയായിരുന്നു. അങ്ങനെ പിന്നീട് തുടർന്നു പോകുന്നതിനിടെയാണ് ഇങ്ങനെ നേരത്തെ തന്നെ കഴിഞ്ഞുപോയൊരു കാര്യത്തിൽ ഇവർ സിൻഡിക്കേറ്റിന് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയില്ല എന്ന് കാണിച്ചുകൊണ്ട് സിൻഡിക്കേറ്റ് ഒരു ക്രൂരമായ നടപടിയിലേക്ക്, പ്രതികാര നടപടിയിലേക്ക് തന്നെ കടന്നിരിക്കുന്നത്. കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗത്തിലാണ് ഇവർക്കെതിരെ നടപടി വേണമെന്ന്, അല്ലെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നുള്ള ശുപാർശ സിൻഡിക്കേറ്റ് കൈക്കൊണ്ടിരിക്കുന്നത്. ശരി.